മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. യേശുവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് ഒരു പുതിയ പ്രഭാതം കൂടി കാണുവാൻ നമ്മെ കരുണയോടെ അനുവദിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ നിസ്സീമമായ കാരുണ്യത്തെ, സ്നേഹത്തെ ഓർത്ത് ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവമായ കർത്താവിന് നന്ദി പറയാം. ഇന്നലെ ഈ ലോകത്തിൽ ഉണ്ടായിരുന്ന എത്രയോ പേരെയാണ് ദൈവത്തിൻ്റെ വിളി കേട്ട് കർത്തൃസന്നിധിയിലേക്ക് കടന്നുപോയത്. ഇന്നും ഈ പുലരി കാണാൻ, ഈ ദിനത്തിലേക്ക് പ്രവേശിക്കാൻ ദൈവം നമ്മെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കരുതലാണ്. ദൈവം എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും പ്രത്യേകമായി എന്തോ ഒക്കെ പ്രതീക്ഷിക്കുന്നത് മൂലമാണ് ഈ ദിനം കൂടി നമ്മുടെ ആയുസ്സിലേക്ക് ദൈവമായ കർത്താവ് ചേർത്ത് വച്ച് തന്നിട്ടുള്ളത്. ദൈവത്തിൻ്റെ ഈ തിരുഹിതത്തെ പ്രത്യേകമാം വിധം തിരിച്ചറിഞ്ഞ് ഈ ദിനം ആ ദൈവ തിരുഹിതത്തോട് ചേർന്ന് ജീവിക്കാൻ കർത്താവെ കൃപ നൽകണമേ എന്ന് ഈ പ്രഭാതത്തിൽ നമുക്കൊന്ന് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ അനുദിന ജീവിത വഴികളെ, മാർഗങ്ങളെയെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നൽകാം. നമ്മുടെ അധ്വാനങ്ങൾ, നമ്മുടെ പരിശ്രമങ്ങൾ, നമ്മുടെ യാത്രകൾ, ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ എല്ലാം നമ്മെ അറിയുന്ന, കാണുന്ന, കരുതലുള്ള ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയമാണ് ഈ പ്രഭാത വിരുന്ന് ശുശ്രൂഷയുടെ സ്വർഗീയ മധ്യസ്ഥ. അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥനകളാണ് ഓരോ പ്രഭാതത്തിലും ഈ ശുശ്രൂഷയെ അനാകായിരങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അമ്മയുടെ വിമല ഹൃദയത്തോട് ഈ പ്രഭാത വരുന്ന ശുശ്രൂഷയെയും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി രാപകൽ കഠിനാധ്വാനം ചെയ്യുന്ന എല്ലാ പ്രേക്ഷിത മക്കളെയും പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ദൈവത്തിൻ്റെ വചനം കേൾക്കാനും ഗ്രഹിക്കാനും വചനത്തിന് പ്രത്യുത്തരം നൽകാനും നമ്മെ ശക്തരാക്കുന്നത്. ദൈവവചനമെല്ലാം പരിശുദ്ധാത്മ നിവേശിതമാണ്. യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ദൈവവചനത്തിൻ്റെ ഗ്രന്ഥകർത്താവ്. അനേകം വ്യക്തികളെ പരിശുദ്ധാത്മാവ് തനിക്ക് വേണ്ടി തെരഞ്ഞെടുത്ത് ഉപകരണങ്ങളാക്കിയാണ് മനോഹരമായ വചനം, വചനഗ്രന്ഥം ദൈവം തൻ്റെ പരിപാലനയിൽ നമുക്കായി നൽകിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ നിസ്സീമമായ ഈ കാരുണ്യത്തെ, കരുതലിനെ തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ ദാനമായ തിരുവചനങ്ങളെ കേൾക്കുവാൻ, ഗ്രഹിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളൊന്നു ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. അവർ ഈ പരിശുദ്ധാത്മാവെ, ഞങ്ങളിപ്പോൾ കേൾക്കാൻ പോകുന്ന വചനങ്ങൾക്കായി ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും അവിടുന്ന് പ്രത്യേകമാം വിധം ഒരുക്കണമേ. പരിശുദ്ധാത്മാവെ, അവിടുത്തെ ദിവ്യപ്രകാശത്തിൽ ഞങ്ങളുടെ ബുദ്ധിയെ അവിടുന്ന് ജ്വലിപ്പിക്കണമേ. വചനത്തിനായുള്ള തീക്ഷ്ണമായ ദാഹം കൊണ്ട് പരിശുദ്ധാത്മാവെ, നീ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. വചനത്തിൻ്റെ ദൈവിക ജ്ഞാനം ഗ്രഹിക്കുവാൻ തക്കവിധം പരിശുദ്ധാത്മാവെ, ഒരു നവ അഭിഷേകം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ.
നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗമായി ഓട്ടിസം ബാധിച്ച കുട്ടികളെ നമുക്ക് പ്രത്യേകം സമർപ്പിക്കാം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇന്ന് ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അവരെ ഓർത്ത് വേദനിക്കുന്ന എത്രയോ മാതാപിതാക്കന്മാരാണുള്ളത്. കുഞ്ഞു പ്രായത്തിൽ ഇങ്ങനെയൊരു രോഗം ബാധിച്ച കുട്ടികളെ കാണുമ്പോൾ നമുക്കെല്ലാവർക്കും വലിയ സങ്കടമാണ്. ജീവിതത്തിൻ്റെ ബാല്യകാലത്തിൻ്റെ കുഞ്ഞു പ്രായത്തിൽ ആ മനോഹരമായ അനുഭവങ്ങൾ ഇല്ലാതെ പോകുന്ന ദൈവത്തിൻ്റെ പിഞ്ചോമനകൾ. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ മുഴുവൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഇതിനും പ്രത്യേകം നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് സമർപ്പിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 34 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മുടെ സവിശേഷമായ പ്രാർത്ഥനയ്ക്കും വിചിന്തനത്തിനുമായി ദൈവം നമുക്ക് നൽകുന്നത്. നമുക്ക് ശ്രദ്ധയോടെ ഏകാഗ്രതയോടെ ദൈവവചനത്തിനായി കാതോർക്കാം. ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. സമാധാനമല്ല, വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തെന്നാൽ ഒരുവനെ തൻ്റെ പിതാവിനെതിരായും മകളെ അമ്മയ്ക്കെതിരായും മരുമകളെ അമ്മായിമ്മയ്ക്കെതിരായും ഭിന്നിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും ഒരുവൻ്റെ ശത്രുക്കൾ. എന്നെക്കാളധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നെക്കാളധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല. സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. യേശുവിൽ പ്രിയമുള്ളവരെ, മത്തായി സുവിശേഷത്തിൽ നിന്ന് നമ്മൾ കേട്ട തിരുവചനങ്ങൾ നമ്മെ അസ്വസ്ഥമാക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങളാണ്. വചനങ്ങൾ കേൾക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് അല്പം അസ്വസ്ഥതയുണ്ടാകാം. യേശു എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നൊരു ചിന്ത, ഒരു ചോദ്യം എൻ്റെയും നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഉയർന്ന് വരാവുന്നതാണ്. ഭൂമിയിൽ സമാധാനമല്ല, വാളാണ്, ഭിന്നതയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് ക്രിസ്തു നമ്മോട് പറയുക. കേൾക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള വചനം, സ്വീകരിക്കാൻ അതിലേറെ മനസ്സിലാക്കാൻ അത്ര കണ്ട് ബുദ്ധിമുട്ടുള്ള വിഷമമുണ്ടാക്കുന്ന തിരുവചനങ്ങളാണ് ഈശോ ഈ പ്രഭാതത്തിൽ നമുക്ക് നൽകുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, ഈ വചനത്തിൻ്റെ അർത്ഥം, ഈ വചനത്തിൻ്റെ ഉൾപ്പൊരുൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ഗ്രഹിക്കേണ്ടത് വലിയ ഒരു അത്യാവശ്യമാണ്. ഈ വചനം ഗ്രഹിക്കാതെ പോയാൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഒരുപക്ഷെ ഒരുപാട് ഇടർച്ചകൾക്ക് നമ്മൾ ജീവിതം പലപ്പോഴും വില കൊടുക്കേണ്ട സന്ദർഭങ്ങളുണ്ടാകാം. പലപ്പോഴും വിശ്വാസം ജീവിതം മുന്നോട്ട് നയിക്കുക വലിയ ദുഷ്കരമായി നമുക്ക് അനുഭവപ്പെട്ടേക്കാം. ഇതുകൊണ്ടാണ് കരുതലോടെ കർത്താവ് ഈ വചനത്തിലൂടെ വലിയൊരു ദൈവിക സന്ദേശം നമുക്ക് നൽകുക. കർത്താവ് പറയുകയാണ്, ഭൂമിയിൽ സമാധാനമല്ല, ഭിന്നതയാണ്, വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഹെബ്രായ ലേഖനത്തിൻ്റെ വചനത്തിൽ ദൈവം ഇപ്രകാരം നമ്മോട് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. ദൈവത്തിൻ്റെ വചനത്തെ ഇരുതല വാളിനോടാണ് ഉപമിക്കുന്നത്. വീണ്ടും എഫെസോസുകാർക്ക് ലേഖനത്തിൽ ആത്മീയ സമരത്തെക്കുറിച്ച് വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ യുദ്ധം മാംസത്തിനും രക്തത്തിനുമെതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കുമെതിരായിട്ടാണ്. ആകയാൽ നിങ്ങൾ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ എന്ന് പറയുന്നിടത്ത് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുവിൻ. അപ്പോൾ പ്രിയമുള്ളവരെ, തിരുവചന ഗ്രന്ഥത്തിൽ വാൾ എന്ന് സൂചിപ്പിക്കുന്നത് ഈ ലോകത്തിൽ നമ്മൾ കാണുന്ന ഒരു സാധാരണ വാളല്ല.
മറിച്ച് ദൈവവചനമാകുന്ന ദൈവത്തിൻ്റെ വാളാണ്. പ്രിയമുള്ളവരെ, ഈ വാള് ഒരു ഭിന്നത ഉളവാക്കുന്ന വാളാണ്. വാളെപ്പോഴും എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുക? നമ്മൾ ഒരു വലിയ മരക്കഷണത്തെ രണ്ടായി മുറിക്കാൻ നമ്മൾ വാൾ ഉപയോഗിക്കും. ഒന്നിനെ രണ്ടായി വിഭജിക്കുന്നതാണ് വാളിൻ്റെ ജോലി. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലൊരു ജോലി നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഇടയിലും കൂട്ടായ്മയിലും കുടുംബത്തിലും എല്ലാം ചെയ്യുന്നുണ്ട്. ഇതാണ് കർത്താവ് തിരുവചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 15-ാം അധ്യായത്തിൽ കർത്താവ് നമ്മോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. എന്താണ് ദൈവവചനത്തിൻ്റെ ഈ വലിയ ഉദ്ദേശം? പ്രിയമുള്ളവരെ, ദൈവവചനം കേൾക്കുമ്പോൾ, സ്വീകരിക്കുമ്പോൾ ഒരുവനിൽ നിന്ന് തിന്മയെ വചനം പുറന്തള്ളും. തിന്മയെ തിരിച്ചറിഞ്ഞ് ഉപേക്ഷിക്കാൻ ദൈവത്തിൻ്റെ വചനം നമ്മെ ശക്തിപ്പെടുത്തും, നമ്മെ പ്രേരിപ്പിക്കും. ഇതുകൊണ്ടാണ് കർത്താവ് പറയുക, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ഓരോ വചനം നമ്മൾ കേൾക്കുമ്പോൾ പ്രിയമുള്ളവരെ, വചനം നമ്മോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ദൈവം സ്നേഹമാണ്, സ്നേഹിക്കാത്തവൻ ദൈവം ആരാണെന്ന് അറിയുന്നില്ല എന്നൊരു വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തീരുമാനം, യെസ് ഓർ നോ എന്നൊരു തീരുമാനം എടുക്കാൻ വചനം നമ്മെ പ്രേരിപ്പിക്കും. ഒന്നുകിൽ സ്നേഹത്തിൻ്റെ ഒരു ജീവിതം നയിക്കാൻ. ദൈവം സ്നേഹമാണ്. ദൈവമേ, ഞാൻ സ്നേഹത്തിൽ ജീവിക്കേണ്ടവനാണ്. ഈശോയെ, ഞാൻ സ്നേഹത്തിൽ ജീവിക്കും എന്ന ഒരു യെസ് എന്നൊരു പ്രത്യുത്തരം നമ്മുടെ ഉള്ളിലുണ്ടാകാം. അതല്ലെങ്കിൽ ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ ഒരു പക്ഷേ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കാം, കർത്താവ്, ദൈവം സ്നേഹമാണ്, പക്ഷേ മനുഷ്യനായി നമ്മൾ സ്നേഹിച്ച് ജീവിക്കുക അത്ര എളുപ്പമൊന്നുമല്ല. ദുഷ്ടനായ മനുഷ്യരുള്ള, അഹങ്കാരികൾ, സ്വാർത്ഥമതികളുമായിട്ടുള്ള മനുഷ്യരുള്ള ഈ ലോകത്തിൽ അങ്ങനെ സ്നേഹിക്കുക അത്ര എളുപ്പമൊന്നുമല്ല. കർത്താവെ, ഇതെന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമൊന്നുമല്ല കേട്ടോ എന്ന ഒരു നിലപാട്, നോ എന്നൊരു നിലപാട്. ഇതാണ് പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ യെസ് അല്ലെങ്കിൽ നോ എന്ന ഒരു നിലപാടെടുക്കാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്, നമ്മളതെടുക്കുന്നുണ്ട്. അപ്പോൾ യെസ് പറയുന്നവർ ഒരു വിഭാഗം, നോ പറയുന്നവർ മറ്റൊരു വിഭാഗം. ഇതാണ് കർത്താവ് പറയുന്ന ഭിന്നത. ഈ രണ്ട് കൂട്ടർ തമ്മിലുള്ള ഒരു ടെൻഷൻ, രണ്ട് കൂട്ടർ തമ്മിലുള്ള ഒരകലം, രണ്ട് കൂട്ടർ തമ്മിലുള്ള ഒരു അസ്വസ്ഥത പ്രിയമുള്ളവരെ കുടുംബത്തിലും സമൂഹത്തിലും ഇടവകയിലും സഭയിലും ലോകത്തിലും എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് കർത്താവ് പറയുന്ന തിരുവചനത്തിൻ്റെ അർത്ഥം. ഭൂമിയിൽ സമാധാനമല്ല, ഭിന്നതയാണ്, വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. തനിക്ക് യോഗ്യരാരാണെന്ന് കർത്താവ് തിരിച്ചറിയുന്നത് തിരുവചനങ്ങളിലൂടെയാണ്. തിരുവചനമാകുന്ന ഈ വാളിലൂടെയാണ് കർത്താവ് തനിക്ക് യോഗ്യരായവരെ ലോകത്തിൽ നിന്ന് വേർതിരിച്ച് തൻ്റേതാക്കി മാറ്റുന്നത്. പ്രിയമുള്ളവർ, ഇതുകൊണ്ടാണ് കർത്താവ് പറയുക, ഒരുവൻ്റെ ഭവനത്തിലുള്ളവർ തന്നെയായിരിക്കും അവൻ്റെ ശത്രുക്കൾ. മകളെ അമ്മയ്ക്കെതിരായും മരുമകളെ അമ്മായിമ്മയ്ക്കെതിരായും ഭിന്നിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനം എന്താണ്? നമ്മൾ പലപ്പോഴും വിചാരിക്കും ഒരു വീട്ടിലുള്ളവർ ഇങ്ങനെ ഭിന്നിച്ചു കഴിയുന്നത് എന്തുകൊണ്ടാണ്? ആ കുടുംബത്തിലുള്ളവർ എല്ലാവരും തിന്മയിലായതുകൊണ്ടോ എല്ലാവരും പാപികളായതുകൊണ്ടോ ഒന്നും ആകണമെന്നില്ല. കർത്താവിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു ഭവനത്തിലുള്ളവർ ഇതുപോലെ തന്നെ ദൈവതിരിഹിതത്തെ അംഗീകരിച്ച് ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ഒരു കുടുംബത്തിലുണ്ടാകാം. അതിന് വിപരീതമായ നിലപാടുകളെടുത്ത് ദൈവേഷ്ടത്തിന് ദൈവതിരിഹിതത്തിന് വഴിപ്പെടാതെ ജീവിക്കുന്നവരും ഒരു കുടുംബത്തിൽ തന്നെ ഉണ്ടാകാം. ഇവർ തമ്മിലുള്ള ഒരു ഭിന്നത ഒരു കുടുംബത്തിലുണ്ടാകും. ഇതിനെക്കുറിച്ചാണ് കർത്താവ് പറയുക, മകളെ അമ്മയ്ക്കെതിരായും അമ്മയെ മകൾക്കെതിരായും ഭിന്നിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അവർ ഇരുകൂട്ടരും ഒരു ഹൃദയത്തോടെ ദൈവത്തോട് ചേർന്ന് ദൈവസ്നേഹത്തിൽ ജീവിക്കുമ്പോഴാണ് ആ ഭിന്നത അവസാനിക്കുക. ലോകത്തിലുണ്ടാകുമെന്ന് ഈശോ പറഞ്ഞ ഭിന്നതയുടെ അടിസ്ഥാനം അതെന്താണെന്ന് പ്രിയമുള്ളവരെ നമുക്ക് തിരിച്ചറിവുണ്ടാകണം. ഇനിയും ലോകത്തിലായിരിക്കുന്ന എല്ലാവരും കർത്താവിനെ അറിഞ്ഞിട്ടില്ല. സ്നേഹമായൊരു ദൈവത്തെ ഇനിയും അവർ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇതുകൊണ്ടാണ് ഈ ഭിന്നത ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ വ്യത്യസ്തമായ രീതികളിൽ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയുക. പത്രമാധ്യമങ്ങളിലൂടെ ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്തകളൊക്കെ തന്നെയും ഈ ഭിന്നതകളിലൂടെ, ഈ ഭിന്നതകളുടെ ബാക്കി പത്രമായി കടന്നു വരുന്ന സംഭവങ്ങളാണ്. ഈ അടുത്ത കാലത്ത് കണ്ണൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു മകൻ സ്വന്തം അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തി. അമ്മയെ തുണ്ടം തുണ്ടമായിട്ടാണ് ആ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയത്. നമുക്ക് ആലോചിച്ചാൽ ഒരു എത്തും പിടിയും കിട്ടില്ല. എങ്ങനെയാണ് ഒരു മകന്, ഒരു ജന്മം നൽകിയ സ്വന്തം മാതാവിനെ
ഒരു പുത്രനെ എങ്ങനെയാണ് ഇതുപോലെ വെട്ടി ക്രൂരമായി കൊലപ്പെടുത്താൻ കഴിയുക? പ്രിയമുള്ളവരെ, വളരെ സ്നേഹത്തിൽ കഴിയേണ്ട ഒരു അമ്മയും മകനും തമ്മിൽ എത്ര വലിയ ഭിന്നത വളർന്നു വന്നത് മൂലമാണ് അങ്ങനെ ഒരു കൊലപാതകത്തിൽ ചെന്ന് അവസാനിക്കുക. വീണ്ടും ഈ അടുത്തിടയ്ക്ക് ഒരു അയൽവാസി തൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന വീട്ടിലെ ഒരു ഭാര്യയെയും ഭർത്താവിനെയും വഴിയിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തി. വളരെ കുപ്രസിദ്ധമായ ഒരു കൊലപാതകമാണ്. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് അയൽപക്കങ്ങൾ തമ്മിൽ ഇതുപോലെ ഭിന്നതയുണ്ടാകുക? എല്ലാവരും ദൈവത്തിൻ്റെ സ്നേഹത്തെ അറിയാത്തത് മൂലം ലോകത്തിൽ വ്യത്യസ്തമായ രീതികളിൽ ഈ ഭിന്നത തലപൊക്കി ഉയർന്നു വരും. പ്രിയമുള്ളവരെ, ഇത് കണ്ട് വിശ്വാസി ഒരിക്കലും ഇടറരുത് എന്ന മുൻകരുതലോടെയാണ് കർത്താവ് നമുക്ക് ഈ വചനം നൽകുക. നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ഇടവകയിലും സഭയിലും സമൂഹത്തിലും ലോകത്തിലുമൊക്കെ ഈ ഭിന്നതകൾ നമുക്ക് കാണാനാകും. ഇത് കണ്ട് നമ്മളാരും അസ്വസ്ഥരാകരുത്, ഉത്കണ്ഠപ്പെടരുത്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ഇതൊന്നും ഇടർച്ചയ്ക്ക് കാരണമാകരുത്. ഇതുകൊണ്ടാണ് കർത്താവ് ഈ തിരുവചനങ്ങൾ നൽകുക. പ്രിയമുള്ളവരെ, ലോകത്തിലുള്ള സമസ്ത കോടി ദൈവമക്കളും ദൈവമായ കർത്താവിനെ അറിഞ്ഞ് ആ സ്നേഹത്തെ അറിഞ്ഞ് ആ ദൈവത്തോട് ചേർന്ന് ജീവിക്കുമ്പോഴാണ് എല്ലാ ഭിന്നതകളും അവസാനിക്കുക, ദൈവത്തിൻ്റെ രാജ്യം ഇവിടെ സ്ഥാപിതമാകുക. ഇതുകൊണ്ടാണ് സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയിൽ ഓരോ ദിനവും ഓരോ പ്രാവശ്യം കർത്താവ് നമ്മെ പഠിപ്പിച്ചത്, പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ, കൂട്ടായ്മയുടെ, ഐക്യത്തിൻ്റെ ഈ രാജ്യം വരണമേ. ഇത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഉയരുന്ന തീവ്രമായൊരു പ്രാർത്ഥനയാകട്ടെ. ആ വലിയ അനുഗ്രഹത്തിനായി നമ്മൾ കരങ്ങൾ കോർത്ത് നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ആമേൻ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. യേശുവിൽ പ്രിയമുള്ളവരെ, നമുക്കൊന്ന് ചേർന്ന് ദൈവമായ കർത്താവിങ്കിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ ഉയർത്താം. ദൈവം സ്നേഹമാണ്. ആ ദൈവം നമ്മെ ഓരോരുത്തരെ സ്നേഹിക്കാനാണ് വിളിച്ചിരിക്കുന്നത്. പരസ്പരം ക്ഷമിച്ചും പരസ്പരം വിട്ടുവീഴ്ച ചെയ്തും അനുദിനം ദൈവത്തിൻ്റെ സ്നേഹത്തോട് ചേർന്ന് കരങ്ങൾ കോർത്ത് ജീവിക്കാൻ നമുക്ക് കഴിയുമ്പോൾ സ്വർഗം നമ്മെ നോക്കി സന്തോഷിക്കും. പ്രിയമുള്ളവരെ, പിതാവായ ദൈവത്തോട് ആ വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ ദൈവത്തിൻ്റെ മക്കളാണ് ഈ ലോകത്തിലെ ജനകോടികൾ എന്ന വലിയ തിരിച്ചറിവിലേക്ക് എല്ലാവരും കടന്നു വരുവാൻ കർത്താവ് ഈ കാലഘട്ടത്തിൽ കരുണയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവങ്ങേ കരങ്ങളിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. കർത്താവെ, അവിടുന്ന് നൽകിയ തിരുവചനങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ വിശ്വാസ ജീവിതയാത്രയിൽ ഒന്നും ഞങ്ങൾക്ക് ഒരു തടസ്സമാകാതിരിക്കാൻ തക്കവിധം ആത്മീയ ജ്ഞാനം കൊണ്ട്, ബോധ്യങ്ങൾ കൊണ്ട് നീ ഞങ്ങളെ നിറയ്ക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, ഈ ദൈവിക ബോധ്യത്തോടെ ജീവിക്കുവാൻ, വിശ്വാസ ജീവിതത്തിൽ മുന്നേറുവാൻ നീ ഞങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, എല്ലാ ഭിന്നതകളെയും അവസാനിപ്പിക്കുവാനും കൂട്ടായ്മയിലേക്ക് ഹൃദയങ്ങളെ ഒരുമിച്ച് ചേർക്കുവാനും കഴിവുള്ളത് അങ്ങേക്ക് മാത്രമാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഓ പ്രിയ പരിശുദ്ധാത്മാവെ, അകന്നുപോയ ഹൃദയങ്ങളെ, അകന്നുപോയ ജീവിത ബന്ധങ്ങളുടെ കണ്ണികളെ പരിശുദ്ധാത്മാവെ നീ വീണ്ടും കൂട്ടിച്ചേർക്കണമേ, നീ വീണ്ടും വിളക്കി ചേർക്കണമേ, സ്നേഹത്തിൽ ഒന്നിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ ദൈവമാതാവേ, അമ്മയുടെ ഉമ്മല ഹൃദയത്തോട് ഞങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകം ചേർത്ത് വയ്ക്കുന്നു. അമ്മേ മാതാവേ, ദൈവത്തിൻ്റെ പ്രിയ മക്കൾക്ക് ഉചിതമായി സ്നേഹത്തിൻ്റെ ഒരു ജീവിതം നയിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് മാധ്യസ്ഥം നൽകണമേ. സ്വർഗത്തിലായിരിക്കുന്ന വിശുദ്ധരെ, ജീവിത വഴികളിൽ നിങ്ങളെല്ലാവരും സ്നേഹത്തോട് ചേർന്ന് സ്നേഹത്തെ മുറുകെ പിടിച്ച് ജീവിച്ചതുപോലെ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ മുന്നേറുവാൻ നിങ്ങൾ ഞങ്ങൾക്കായി മാധ്യസ്ഥം നൽകണമേ. ഞങ്ങളെ കാക്കുന്ന കാവൽമാരാകമാരെ, ദൂതഗണങ്ങളെ, ഞങ്ങളുടെ ജീവിത വഴികളിലും യാത്രകളിലും എപ്പോഴും നിങ്ങൾ ഞങ്ങളോടൊപ്പമായിരുന്ന സംരക്ഷണം, പരിപാലനം നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.
സ്നേഹത്തിൻ തണലേകി അണയുന്നവൻ, എൻ സഹനങ്ങളിൽ പൊള്ളും തീച്ചൂളയിൽ എന്നും തെളിനീരു നൽകാൻ അണയുന്നവൻ. അവൻ മമ നായകൻ, എൻ വഴിയായവൻ, എന്നെ താഴാതെ താങ്ങുമെന്നീശോ. അവൻ മമ നായകൻ, എൻ വഴിയായവൻ, എന്നെ താഴാതെ താങ്ങുമെന്നീശോ. ഞാൻ ഉണരുമ്പോഴും ഞാൻ ഉറങ്ങുമ്പോഴും എന്നരികത്തു കാവലായിരിക്കുന്നവൻ. ഞാൻ ഉണരുമ്പോഴും ഞാൻ ഉറങ്ങുമ്പോഴും എന്നരികത്തു കാവലായിരിക്കുന്നവൻ. മിഴി നിറയുമ്പോഴും നിറഞ്ഞൊഴുകുമ്പോഴും എൻ മിഴിനീരുമാക്കാൻ അണയുന്നവൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ ആശീർവാദ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ലോകമെമ്പാടുമായിരിക്കുന്ന TV സ്ക്രീനിൻ്റെ മുന്നിലായിരുന്ന വചനം കേട്ടും പ്രാർത്ഥിച്ചുകൊണ്ടുമായിരിക്കുന്ന അനേകായിരങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് പ്രാർത്ഥനാപൂർവ്വം നമുക്ക് സമർപ്പിക്കാം. കത്തോലിക്ക തിരുസഭയോടും തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധ വാപ്പയോടും കർദിനാൾമാരോടും മെത്രാന്മാരോടും വൈദികരോടും വിശ്വാസി സമൂഹങ്ങളോടും ചേർന്ന് ഒരു ഹൃദയമായി ഒരു മനമായി നമ്മുടെ നിയോഗങ്ങളെ പ്രാർത്ഥനകളെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഈ നിമിഷങ്ങളിൽ ഉയർത്താം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും കഷ്ടനഷ്ടങ്ങളിലും പീഡനങ്ങളിലും മർദ്ദനങ്ങളിലൊക്കെ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ എല്ലാ പ്രിയ മക്കളെയും കർത്താവിൻ്റെ കാരുണ്യത്തിനായി കർത്താവിൻ്റെ കൃപയ്ക്കായി പ്രാർത്ഥനയോടെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടിവിയുടെ ഈ പ്രഭാത വരുന്ന ശുശ്രൂഷയ്ക്ക് നിങ്ങളേവരും നൽകിക്കൊണ്ടിരിക്കുന്ന വിലയേറിയ പ്രാർത്ഥനകൾക്കും പ്രോത്സാഹനങ്ങൾക്കും യേശുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്ക് നന്ദി അർപ്പിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരുടെ വിലയേറിയ പ്രാർത്ഥനകളാണ് ഈ ശുശ്രൂഷ ഓരോ പ്രഭാതത്തിലും അനേകായിരങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ശക്തിപ്പെടുത്തുന്നത്. ഇനി തുടർന്നും നിങ്ങൾ അർപ്പിക്കുന്ന ദിവ്യബലികളിലും നിങ്ങൾ ചൊല്ലുന്ന ജപമാലകളിലും നൊവേനകളിലും എല്ലാം ഈ ശുശ്രൂഷ ഓർക്കണമേ എന്ന് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായും മരിയും കൂടാരങ്ങളിൽ പ്രേക്ഷിത മക്കൾ രാപകൽ നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നല്ലവനായ ദൈവം തക്ക സമയത്ത് നിങ്ങളുടെ ജീവിതകാര്യങ്ങളിൽ ഇടപെട്ട് തൻ്റെ കരുണയും കൃപയും നിങ്ങൾക്കായി വെളിപ്പെടുത്തി നൽകട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് നല്ലൊരു ദിനം നേരുന്നു. ആമേൻ.